ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലെഫ്റ്റ് ലിപ്പ് അല്ലെങ്കിൽ മുച്ചരി ശസ്ത്രയെക്കുറിച്ചാണ്. 2 താടിയെല്ലിൻ്റെ സർജറിയെക്കുറിച്ച്, 3 മൂക്കിൻ്റെ സർജറി അല്ലെങ്കിൽ റൈനോപ്ലാസ്റ്റി, 4 ഹെയർ ലോസ് ട്രീറ്റ്മെൻറ്റ്, 5 ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ ട്രീറ്റ്മെൻറ്റ്, 6 മുഖത്തുള്ള പാടുകൾ മാറ്റുന്നതിനെക്കുറിച്ച്. ഈ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നമുക്ക് ബ്രീഫായിട്ട് ചർച്ച ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം ക്ലെഫ്റ്റ് ലിപ്പ് അല്ലെങ്കിൽ മുച്ചുരിയെക്കുറിച്ചാണ്. മുച്ചുരി ഒരു ജന്മനാ ഉള്ള ഒരു വൈകല്യമാണ്. അത് നമുക്ക് ഫേഷ്യൽ പ്ലാസ്റ്റിക് സർജറി മുഖേന പരിപൂർണമായിട്ട് മാറ്റിയെടുക്കാവുന്ന ഒരു അസുഖമാണ്. ക്ലെഫ്റ്റ് ലിപ്പ് നമ്മൾ ചെയ്യുന്നത് 3 മാസത്തിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. തന്നെ പോകുന്ന സ്റ്റിച്ചുകളാണ് ഇടുന്നത്. ഹോസ്പിറ്റലിൽ മാക്സിമം 2 ദിവസത്തെ സ്റ്റേ ആണുള്ളത്. സർജറിക്ക് ശേഷം കുട്ടിക്ക് ചുണ്ടിൻ്റെ ഓപ്പറേറ്റ് ചെയ്ത വശത്ത് നല്ല രീതിയിൽ മസാജിങ് ചെയ്യുവാണെങ്കിൽ ഓൾമോസ്റ്റ് 98% ഞങ്ങൾ കണ്ടുവരുന്നത് കേസുകളിൽ പാടില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നാണ്. സോ അതാണ് മുച്ചുരി ശസ്ത്രക്രിയയെക്കുറിച്ച്, ക്ലെഫ്റ്റ് ലിപ്പ് സർജറി. അടുത്ത വിഭാഗമാണ് മൂക്കിൻ്റെ സർജറി, റൈനോപ്ലാസ്റ്റി എന്ന് പറയും. റൈനോപ്ലാസ്റ്റി എന്ന് പറയുന്നത് ചിലവരുടെ മൂക്കിന് വീതി കൂടുതലായിരിക്കും, ചിലവരുടെ മൂക്കിന് വളവുണ്ടായിരിക്കും, ചിലവർക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി കാണും. ഏത് സാഹചര്യമായാലും മൂക്കിന് നമുക്ക് റൈനോപ്ലാസ്റ്റി, മൂക്കിൻ്റെ പ്ലാസ്റ്റിക് സർജറിക്കാണ് റൈനോപ്ലാസ്റ്റി എന്ന് നമ്മൾ പറയുന്നത്. അത് നമുക്ക് ക്ലോസ്ഡ് ഉണ്ട്, ഓപ്പൺ ഉണ്ട്. അതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ പാടില്ലാതെ നമുക്ക് സർജറി ചെയ്യാം ക്ലോസ്ഡ് റൈനോപ്ലാസ്റ്റി. എവിടെയും നമുക്ക് കട്ടൊന്നുമില്ല, മൂക്കിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ നമുക്ക് സർജറി ചെയ്യാം. പിന്നീടുള്ളതാണ് ഓപ്പൺ റൈനോപ്ലാസ്റ്റി. ഓപ്പൺ റൈനോപ്ലാസ്റ്റി യൂഷ്വലി നമ്മൾ ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടായ മൂക്കിൻ്റെ സർജറിക്കാണ് നമ്മൾ ഓപ്പൺ റൈനോപ്ലാസ്റ്റി ചെയ്യുന്നത്. ഈ ക്ലോസ്ഡ് ഓപ്പൺ റൈനോപ്ലാസ്റ്റി ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് മൂക്കിൻ്റെ ഏത് ഒരു പ്രോബ്ലം ഉണ്ടെങ്കിലും നമുക്കത് മാറ്റിയെടുക്കാവുന്നതാണ്. മൂന്നാമത്തെ ഒരു ഫീൽഡാണ് ജോ സർജറി, താടിയെല്ലിൻ്റെ ശസ്ത്രക്രിയകൾ. ഈ താടിയെല്ലിൻ്റെ ശസ്ത്രക്രിയ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തത് ചിരിക്കാൻ അന്നേരം മോണ കൂടുതലായിട്ട് കാണുന്നു, ഗമ്മി സ്മൈൽ എന്ന് പറയും. അത് വരാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് മേളത്തെ താടിയെല്ലിൻ്റെ വളർച്ച വളരെ കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ മേളത്തെ താടിയിൽ താഴോട്ട് കുറേ ഇറങ്ങും. അത് കാരണം കൊണ്ട് ചിരിക്കുമ്പോൾ മോണ കൂടുതലായിട്ട് കാണുന്നു. അത് നമുക്ക് സർജറി കൊണ്ട് പരിപൂർണമായി മാറ്റിയെടുക്കാവുന്നതാണ്. രണ്ടാമത്തെ ഒരു സിനാരിയോ എന്ന് പറയുന്നത് താഴത്തെ താടിയെല്ല് മുന്നോട്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ മേളത്തെ താടിയെല്ലിനായിട്ട് സംബന്ധിച്ച് താഴത്തെ താടിയെല്ല് മുന്നോട്ടിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് താടിയെല്ലിന്റെ ശസ്ത്രക്രിയ ചെയ്ത് ഫേസിനെ ബാലൻസ്ഡ് ആക്കി കൊണ്ടുവരാം. പിന്നെ താടിയെല്ലിന്റെ ശസ്ത്രക്രിയ, ജോ സർജറി ചെയ്യുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് താടിയെല്ല് വളരെ പുറകോട്ടായിരിക്കും ഇരിക്കുന്നത്, താഴത്തെ. അങ്ങനെയുള്ള കേസുകൾ നമുക്ക് താഴത്തെ താടിയെല്ലിനെ മുന്നോട്ട് കൊണ്ടുവന്ന് ഫേസിനെ ബാലൻസ്ഡ് ആക്കാം. ഇതൊക്കെയാണ് ജോ സർജറി അല്ലെങ്കിൽ താടിയെല്ലിന്റെ ശസ്ത്രക്രിയയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ. അടുത്തൊരു സർജറിയുടെ വിഭാഗമാണ് ഹെയർ ലോസ്. എന്ന് പറഞ്ഞാൽ തലമുടി പൊഴിയുന്നു, ഡാൻഡ്രഫ് ട്രീറ്റ്മെന്റ്. ഇതൊക്കെ നമുക്ക് നമ്മുടെ ബ്ലഡിൽ തന്നെ PRP എന്ന് പറയുന്ന ഒരു ലിക്വിഡ് ഉണ്ട്. അത് വേർതിരിച്ചെടുത്ത് നമുക്ക് ഇഞ്ചെക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ തലമുടിയുടെ വളർച്ച, നമുക്ക് തലമുടിയുടെ പൊഴിഞ്ഞു പോക്കൽ നമുക്ക് ഒരു പരിധി വരെ നല്ല രീതിയിൽ നമുക്ക് കുറയ്ക്കാം. 2, തലമുടി വളരാൻ സഹായിക്കും. അതാണ് ഹെയർ ലോസ് പ്രിവെൻഷൻ ട്രീറ്റ്മെന്റ്. പിന്നത്തെ ഒരു വിഭാഗമാണ് നമുക്ക് പാടുകൾ മാറ്റിയെടുക്കുക. നമ്മുടെ കൊച്ചിലെ വല്ലതും വീണോ പാടുകൾ, അല്ലെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ അടിയിലുള്ള ബ്ലാക്ക് ഐ, ഇതൊക്കെ നമുക്ക് നോൺ സർജിക്കൽ ട്രീറ്റ്മെന്റ് മുഖേന നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. ഇതൊക്കെയാണ് നമ്മുടെ ഫേഷ്യൽ പ്ലാസ്റ്റിക് സർജറിയിൽ നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇത് അപ്പുറം വേറെ ഒരു ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ സ്ലീപ്പ് ആപ്നിയ എന്ന് പറയും. സ്ലീപ്പ് ആപ്നിയ എന്ന് പറയുന്നത് നമ്മൾ രാത്രിയിൽ കിടക്കുമ്പോൾ കൂർക്കം വലിക്കും, അധികമായിട്ട് കൂർക്കം വലിക്കും. ഈ കൂർക്കം വലി മാത്രമല്ല പ്രോബ്ലം, നമുക്ക് ഡീപ്പ് സ്ലീപ്പിൽ പോകത്തില്ല. അതിനുള്ള റീസൺ എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ താഴത്തെ താടിയെല്ലിന്റെ വളർച്ച വളരെ കുറവാണ്. അതുകൊണ്ട് നാക്ക്, നമ്മൾ ഫുൾ ഫ്ലാറ്റായിട്ട് കിടക്കുമ്പോൾ നാക്ക് പുറമോട്ട് പോയി നമ്മുടെ ശ്വസിക്കുന്ന ആ ഒരു ബ്രീത്തിങ് സ്റ്റോപ്പ് ആവും. അതുകൊണ്ട് എന്താ പറ്റും, നമുക്ക് ഇടയ്ക്ക് ചുമച്ച് ഞെട്ടി എണ്ണിക്കും. സോ ഇതിനാണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറയുന്നത്. ഈ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയയ്ക്ക് ഞങ്ങൾക്ക്
ഏറ്റവും നല്ലൊരു ട്രീറ്റ്മെന്റ് ഉണ്ട്, മാക്സിലോ മാൻഡിബുലാർ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ മേലത്തെയും താഴത്തെയും താടിയിലിനെ മുന്നോട്ട് നീക്കുമ്പോഴത്തേക്ക് ഈ എയർവേ അങ്ങ് ഇൻക്രീസ്ഡ് ആവും. ഈ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ ഒരു ഡേഞ്ചറസ് ഡിസീസ് തന്നെയാണ്. അത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം, അതിന് നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുക്കുക തന്നെ വേണം. ഇപ്പോഴത്തെ വളരെ ഒരു ഹോട്ട് ടോപ്പിക്കാണ് ഫില്ലേഴ്സ് ബോട്ടോക്സും. ഫില്ലേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉദാഹരണത്തിന് നമ്മുടെ മുഖത്തിന് കവിളൊട്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു സൈഡിൽ വണ്ണക്കുറവ്, ഒരു സൈഡിൽ വണ്ണക്കൂടുതൽ, അല്ലെങ്കിൽ ചുണ്ടിന് ബൾക്കില്ല, ചീക്കിന് ബൾക്കില്ല. സോ ഈ സാഹചര്യത്തിലൊക്കെ നമുക്ക് ചെയ്യാവുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഫില്ലേഴ്സ് എന്ന് പറയുന്ന നോൺ സർജിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ്. അത് നമ്മുടെ OPD പ്രൊസീജിയറാണ്. അതൊരു സിറിഞ്ചിൻ്റെ അകത്ത് നമ്മുടെ ബോഡിയിലോട്ട് ഒരു ചെറിയ തിക്കായിട്ടുള്ളൊരു ലിക്വിഡ് ഇഞ്ചെക്റ്റ് ചെയ്യുമ്പം എന്ത് പറ്റും, ഉടൻ തന്നെ നമ്മുടെ ആ ഏരിയയിൽ ഫില്ലിംഗ് ആവും. ഉദാഹരണത്തിന് ചുണ്ട് വളരെ തിന്നായിട്ടുള്ള ചുണ്ട്, പക്ഷേ എനിക്ക് ബൾക്കായിട്ടുള്ള ചുണ്ട് വേണം. ഈ ഫില്ലർ ഇഞ്ചെക്റ്റ് ചെയ്യുവാണെങ്കിൽ ഉടൻ തന്നെ ആ ഫില്ലർ ആ ലിപ്പ് ബൾക്കായിട്ടിരിക്കും. ഇതാണ് ഫില്ലർ. രണ്ടാമത്, ഇപ്പോൾ ചിലർ പറയും എനിക്ക് ലോങ് ലാസ്റ്റിംഗ് റിസൾട്ട് വേണം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് ചെയ്യാം. നമ്മുടെ ശരീരത്തിൽ തന്നെ ഫാറ്റ് എടുത്ത് ഇഞ്ചെക്റ്റ് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇതേ തന്നെ ട്രീറ്റ്മെൻറ്റാണ്. ചുണ്ടിന് വണ്ണം കൂട്ടാം, ബാക്കിയുള്ള ഏരിയയിലൊക്കെ കുഴികളുണ്ടെങ്കിൽ അത് നികത്താം. സോ ഇതിൻ്റെ പ്രൊസീജിയറിൻ്റെ പേരാണ് ഫേഷ്യൽ ഓഗ്മെൻറ്റേഷൻ ട്രീറ്റ്മെൻറ്റ്. അപ്പം ഈ ഫേഷ്യൽ ഓഗ്മെൻറ്റേഷൻ ട്രീറ്റ്മെൻറ്റ് നൽകുന്നത് ഞാൻ പറഞ്ഞ പോലെ ചുണ്ടിൻ്റെ തിക്നെസ് കൂട്ടുന്നത്, എവിടെയെങ്കിലൊക്കെ ഡിപ്രഷൻസ് ഉണ്ട് അതൊക്കെ നമുക്ക് ഫില്ലപ്പ് ചെയ്യാം. അതൊന്നെങ്കിൽ ഫില്ലർ വഴി അല്ലെങ്കിൽ ഫാറ്റ് വഴി നമുക്ക് ചെയ്യാം. പിന്നീടുള്ളത് എൻ്റെ മുഖത്ത് വളരെ വ്രിങ്കിൾസ് ഉണ്ട്, അത് നമുക്ക് മാറ്റാം. ബൊട്ടോക്സ് എന്ന് പറഞ്ഞൊരു ഇഞ്ചക്ഷൻ ചെയ്താൽ ഈ വ്രിങ്കിൾസ് മാറും. ഈ ബൊട്ടോക്സും ഫില്ലറും നമുക്ക് എല്ലാം 1.5 വർഷം കൂടുമ്പം നമുക്ക് ചെയ്യുന്നതാണ്. പക്ഷെ അതൊരു OPD പ്രൊസീജിയറാണ്, നമുക്ക് സർജറിയുടെ ആവശ്യങ്ങളൊന്നും ഇല്ല. ഫേഷ്യൽ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് കഴിഞ്ഞാൽ യൂഷ്വലി സർജറി ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് മിക്ക സർജറികളും മാക്സിമം ഏറ്റവും സിമ്പിൾ സർജറി 1 മണിക്കൂർ, ഏറ്റവും കോംപ്ലക്സ് സർജറീസൊക്കെ യൂഷ്വലി ഒരു 6 മണിക്കൂറൊക്കെ എടുക്കുന്ന സർജറികളാണ്. അപ്പം ഈ ഒരു സർജറി കഴിഞ്ഞ് മിക്ക പേഷ്യൻസിനും 2 ദിവസമാണ് നമ്മുടെ ഹോസ്പിറ്റൽ സ്റ്റേ. അത് കഴിഞ്ഞിട്ട് അവർ ഡിസ്ചാർജ് ആകും. 1 വീക്ക് റെസ്റ്റ് നമ്മൾ എല്ലാ പേഷ്യൻസിനോട് നമ്മൾ പറയുന്നതാണ്. ഈ ഫേഷ്യൽ പ്ലാസ്റ്റിക് സർജറി കഴിഞ്ഞാൽ എല്ലാവരുടെയും ഒരു ഡൗട്ടാണ്, എന്ന് എനിക്ക് ജോലിയിൽ പ്രവേശിക്കാം. യൂഷ്വലി നമ്മൾ പറയുന്നത് 1 വീക്ക് റെസ്റ്റ് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ റുട്ടീൻ ആക്ടിവിറ്റീസിലേക്ക് നിങ്ങൾക്ക് നീങ്ങാവുന്നതാണ്. ചെക്കപ്പ് ഡെഫിനറ്റ്ലി വേണ്ടി വരും. ഒരു ചെക്കപ്പ്, ഒരു ആദ്യത്തെ ഫസ്റ്റ് മന്ത് ചെക്കപ്പ്, 3 months 6 months, അത് കഴിഞ്ഞ് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ഒരു ഇയർലി ചെക്കപ്പ് ചെയ്യാവുന്നതാണ്. പിന്നത്തെ ഒരു വിഭാഗമാണ് പാട് മാറ്റുന്ന ചിലർക്കുണ്ട് സ്കാർ റിഡക്ഷൻ സർജറീസ്. സ്കാർ റിഡക്ഷൻ സർജറി എന്ന് പറഞ്ഞാൽ പണ്ട് നിങ്ങൾ വീണ പാടുകൾ, ഇതൊക്കെ നമുക്ക് സർജറി മുഖേന പാട് ഇല്ലാതെ നമുക്ക് ആക്കാവുന്നതാണ്. ഏത് ഫേഷ്യൽ പ്ലാസ്റ്റിക് സർജറി കഴിഞ്ഞാലും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ എന്ന് പറഞ്ഞാൽ സർജറിക്ക് ശേഷം നിങ്ങൾ വീട്ടിൽ പോയി ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ ചെയ്തിരിക്കണം. ഉദാഹരണത്തിന് ക്ലെഫ്റ്റ് ലിപ്പ് സർജറി കഴിഞ്ഞാൽ മസാജിങ് ചെയ്യണം, അത് ക്ലീൻ ചെയ്യണം. മൂക്കിൻ്റെ സർജറി കഴിഞ്ഞാൽ ആവി പിടിക്കണം, നല്ല രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്യണം. താടിയിലിൻ്റെ സർജറി കഴിഞ്ഞാൽ നല്ലപോലെ ക്ലീൻ ചെയ്യണം. ഡയറ്റ് റെസ്ട്രിക്ഷൻ ഉണ്ട്. സോ സർജറി കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു എന്നുള്ളതല്ല, അതിന് ഫോളോ അപ്പ് കറക്റ്റായിട്ട് വരണം. ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യണം. ഇതെല്ലാം കൂടി വരുമ്പോഴാണ് അതിൻ്റെ പരിപൂർണമായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യത്തെക്കുറിച്ച്, ഫേഷ്യൽ പ്ലാസ്റ്റിക് സർജറിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ എൻക്വയറീസോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.